ഈ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ ഈ ഏരിയാസൊക്കെ? ജൽപായ്ഗുരി, വെസ്റ്റ് ബംഗാൾ, അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ വെസ്റ്റ് ബംഗാളിലെയും ഡാർജിലിംഗിലെയും ഒക്കെ കാഴ്ചകൾ കാണാം. പക്ഷേ ഒരു 2 മാസം മുമ്പ് ഞാൻ ഇതേ സ്ഥലത്ത് വന്നിട്ട് ഒരു സ്പെഷ്യൽ ചെടിയുടെ ഒരു പിക്ക് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളൊരു ഫങ്ഷൻ കൂടി അറ്റൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ 2 ദിവസത്തിനകം ഡാർജിലിംഗിലേക്ക് പോവും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും നമ്മൾ പറയുന്നുണ്ട്. അപ്പം ചെടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ പറഞ്ഞ ചെടി ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അവസ്ഥ കാണിച്ചു തരാം. നമ്മൾ വിശ്വസിച്ചില്ല, കാരണം ഇലകളോട് കൂടിയൊന്നുമല്ല അന്ന് നമ്മൾ കണ്ടത്. നോക്കിക്കോളൂ, ഇതുപോലെ ഉണ്ടായിരുന്ന ചെടിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ആ ചെടി ഇതുപോലെയാണ് നിൽക്കണേ. അന്ന് നമ്മൾ കണ്ടത് ഫ്ലവറോട് കൂടിയായിരുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ. നമ്മുടെ കണിക്കൊന്ന പൂക്കുമ്പോൾ ഒരൊറ്റ ലീഫ് അതുമില്ലാണ്ട് ഫ്ലവർ മാത്രം, അതേ ടൈപ്പിൽ പെട്ടിട്ടുള്ള പ്ലാന്റാണിത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ നോക്കിയപ്പോൾ ഫില്ലോഡിയം പൾച്ചല്ലം എന്നൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ മലയാളത്തിൽ ഇതിനെ കാട്ടുമുതിര എന്നാണ് പറയുക. കാട്ടുമുതിര നമ്മൾക്കറിയാം, അത് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ഫീവർ, മലേറിയ, എക്സസീവ് മെൻസ്ട്രൽ ഫ്ലോ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നത്. സാധാരണ കാണപ്പെടുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ്. അതായത് ബംഗ്ലാദേശ്, അതുപോലെ ചൈന ബോർഡർ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെന്ന് പറയപ്പെടുന്നു. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഡാർജിലിംഗിലേക്ക്. ഇത് ജൽപായ്ഗുരിയാണ്. ഇവിടെ നിന്ന് ഡാർജിലിംഗ് ഏകദേശം 130 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 4 മണിക്കൂർ എടുക്കും നമ്മളവിടെ എത്താൻ. അതിന് എത്തുന്നതിന് മുമ്പായിട്ട് 3 വ്യൂ പോയിൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ സ്ഥലത്ത്, അതായത് മിറിക്ക് ലേക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നാം ക്യാ ഹേ? ഇവർക്ക് സംസാര ഭാഷ ബംഗാളിയാണ്. നമ്മൾ ഹിന്ദിയാണെന്ന് വിചാരിക്കും, പക്ഷെ ഹിന്ദിയുമല്ല അത്. പാൻസി എന്നാണ് അവർ പറയണത്. അവരുടെ പ്രൊനൗൺസിയേഷൻ്റെ വ്യത്യാസമാണ് പാൻജി എന്ന് പറയുന്നത്. പാൻസി എന്നുള്ളത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. പാൻസിയുടെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ഒന്നും പറയാനില്ല. ഇത് സ്നാപ് ഡ്രാഗൺ ഫ്ലവേഴ്സ്. അപ്പം ഇത് നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള മിറിക്ക് ലേക്ക്, ആ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ ഒരു നഴ്സറി പരിചയപ്പെടുത്താം. ഇവിടെ പ്രത്യേകം ഫ്ലവേഴ്സും ഒക്കെയുള്ളൊരു നഴ്സറി. അതിനു മുമ്പ് ഈ കൂഫിയ പ്ലാന്റ് ഒന്ന് നോക്കിക്കോളൂ. ഇത് മിറിക്ക് ലേക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കാഴ്ചയാണ്. ഓൺലൈൻ സെല്ലിങ്ങിന് പല കളേഴ്സ് കോംബോ ആയിട്ട് നമ്മളിത് സെല്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സൗന്ദര്യം നോക്കിക്കോളൂ. ക്ലൈമറ്റും അതുപോലെ തന്നെ മണ്ണും ഒക്കെ ഓരോ ചെടിയിലും ഉണ്ടാക്കുന്ന വ്യത്യാസം നമുക്കിവിടെ ക്ലിയർ ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ഈ മെറിക്കിൽ ഞാൻ നല്ലൊരു നഴ്സറി, പ്ലാന്റ് സെല്ലിംഗ് നഴ്സറി കണ്ടു. ഇവിടെ സെയിലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. അവരായിരിക്കും ഇതിൻ്റെ ഓണർ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഊപ്പർ ഏറ്റവും മുകളിലാണ് ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു. ഹൗ മച്ച് ഫോർ ദിസ് മാം? ഹലോ മാം, ഹൗ മച്ച് ഫോർ ദിസ് പ്ലാൻ? സോറി, അവർ മുകളിലേക്ക് വിളിച്ചിട്ട് ആ ഓണർ മുകളിലാണ് നിൽക്കണേ ഇതിൻ്റെ. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്. അസാലിയാസ്, യാ, ഫോർ വൺ ദിസ് കളർ 70 rupees. ഓക്കെ. ദിസ് ലില്ലീസ് बड़ा वाला how much? How much? इसका 70 पड़ता है. 70. All these are 70. This one. Cactus. Christmas cactus, I think. 200. Oh, with pot you are selling? जो वैरायटी है, ये अलग फ्रागुलेट, ये टाइप का. इसका पड़ता है 50 rupees each. 50 each. Okay. These petunias. Yeah. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഫങ്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിനെ അവർക്ക് മൈലാഞ്ചി അണിയിക്കലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് വേണ്ട. അപ്പോൾ അതാ ദീസ് പെറ്റൂണിയാസ്. എക്സോ ഹൗ മച്ച്? 80. 8. ഓക്കെ. അപ്പോൾ yeah, fuchsia. 150.
150. Okay. एकदम अच्छा वाला अभी चलता नहीं Very nice flowers. This is different. Oh, no, same color. Same 200. यस Uh-huh. For YouTube channel I am taking. YouTube channel. How much for this hydrangea? हाइड्रेंजिया How much? ये वाला 200 रुपीस 200. ഇത് ഞാൻ പറയാറില്ലേ, നമ്മളുടെ ഇതിൽ ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്. അതായത് ഹൈഡ്രാഞ്ചിയസിൻ്റെ കളേഴ്സ് എപ്പോഴും മണ്ണിൻ്റെ pH വാല്യൂ അനുസരിച്ചാണ് വരികയെന്ന്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് കൊണ്ട് തന്നെയാണ് ആ കളേഴ്സ്. നമ്മുടെ അവിടെ ഈ കളർ കിട്ടാറില്ല. അപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ സ്പെഷ്യാലിറ്റി കാരണം ആ കളർ വരുന്നതാണ്. ഇവിടെ താഴെ ഇരിക്കുന്നത് സിലോജിൻ പ്ലാന്റ് ആണ്. ഹൈ പ്രൈസ്ഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇത് 500 രൂപയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പോട്ടോട് കൂടിയാണോ കൊടുക്കണേന്ന്. ആ പോട്ടോട് കൂടി വിത്ത് ഫ്ലവർ ഇതുപോലൊരു സിലോജിൻ പ്ലാന്റ് ഒക്കെ 1500-നും 2000-നും ഇടയിലാണ് നമ്മൾ ഓൺലൈൻ സെൽ ചെയ്യുന്നത്. 300 കോംബോ ബോത്ത്. രണ്ടിനും കൂടി അല്ലാട്ടാ, സിംഗിളിന് തന്നെ 300 റുപ്പീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബ്ലാക്ക് കാക്ടസ് എന്നാണ് ഇവർ പറയുന്നത്. ഓൺലൈൻ സെല്ലിങ്ങിലുള്ളതാണ് ഐറിസ് റോസ് സക്കുലൻറ്റ്. അതാണ് നമ്മൾ പറയുന്ന പേര്. ദിസ് വൺ ഹൗ മച്ച്? ദിസ് വൺ 50. ദിസ് ഓൾസോ സെയിം. ദിസ് ഓർക്കിഡ് ഹൗ മച്ച്? 120. 120. അത് നേരത്തെ കണ്ട സിലോജിൻ പ്ലാന്റ് ആണ്. അത് ചെറിയതിന് സൈസിന് നല്ല വിലക്കുറവുണ്ട്. നമുക്ക് നമ്മുടെ ഇവിടെയൊന്നും അത് അത്രയും വിലക്കുറവിന് കിട്ടില്ല. ഇതിൻ്റെ സ്മോൾ വൺ ഉണ്ട് സെയിലിന്. അത് 120 രൂപയേ ഉള്ളൂ. 120. 120 ഉള്ളൂ. അത് ഈ ബിഗ് വണ്ണിനാണ് 500 പറഞ്ഞത്. മറ്റേത് ഇതാ 120 ഉള്ളൂ കേട്ടോ. അപ്പം നല്ല പ്രൈസ് കുറവിനാണ്. പിന്നെ അസാലിയാസ്, ഫ്യൂഷ്യ. ദിസ് ബിഗ് വൺ ഹൗ മച്ച്? ദിസ് വൺ 200 rupees. 200 ഓൺലി. ദിസ് വൺ ഓൾസോ 300. കണ്ട ഫ്യൂഷിയാസ്. ഞാൻ ഈ ഫ്യൂഷ്യ ഇപ്പം ആദ്യമായിട്ട് കാണുന്നുള്ളൂ കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് സെയിൽ പോസ്റ്റ് ഒരുപാട് വരുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ഇത്രയും ഭംഗിയുള്ള ഫ്ലവറാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. താഴത്തെ കഴിഞ്ഞപ്പോഴേ എന്നോട് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇതാണ് കാഴ്ച. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു പോവാം. നമ്മൾ കാണാത്ത വല്ല പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ പ്രൈസും കൂടെ ഒന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വീഡിയോ. ദിസ് ഈസ് ക്രിസ്മസ് കാക്ടസ്. നെയിം नाम क्या है? क्रिसमस कैक्टस जैसे बड़ा वाला है. बड़ा वाला क्रिसमस कैक्टस. This is rabbit horn. Begonia. This one begonias? No. Pelargonia. बेगोनिया नहीं. Pelargonia. Begonia nahi, paragonia. Yes. This one also. പുള്ളി എനിക്ക് റാബിറ്റ് ഹോൺസ് കാണിച്ചു തന്നതാണ്. അതുപോലെ ഇത് ദിസ് വൺ ഹൗ മച്ച്? ബിഗ് വൺ 300 ഓൺലി. 300 IV പ്ലാന്റ്സ്. ഫുൾ പോട്ട് 500. ഇത് നമ്മുടെ 10 മണിയിൽ പെട്ട സാധനമാണ്. പക്ഷെ ഇതിൻ്റെ ഫ്ലവർ ഡിഫറെൻ്റ് ആണ്. വെസ്റ്റ് ബംഗാളിലെ ജൽപായ്ഗുരിയിലൊരു ഫംഗ്ഷനെ സംബന്ധിക്കാനും അതുപോലെ തന്നെ ഡാർജിലിങ്ങിലേക്ക് യാത്ര ചെയ്ത് അവിടെ ഇതുപോലുള്ളൊരു നഴ്സറി നിങ്ങളെ പരിചയപ്പെടുത്താനും കഴിഞ്ഞത് എന്തോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഒരു 4 ദിവസത്തെ ഇൻഡോ പാക് വാറ് നടക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളിവിടെ എത്തിയത്. ഇപ്പോൾ സ്ഥിതി ശാന്താണ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. വീണ്ടും കുറേ കാഴ്ചകളും കൂടി അടുത്ത വീഡിയോസിൽ നമ്മൾ കാണിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നന്ദി, നമസ്കാരം. താങ്ക് യു.